ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എന്താ പറയണ്ടേ, സാധാരണഗതിയിൽ നിന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സിസ്റ്ററാണ്. ടിജുസി വന്ന് പഠിച്ച് എന്താ പറയണ്ടേ, സിസ്റ്റർ എങ്ങനെ പാസ്സായി, കാരണം അങ്ങനെ കുറച്ച് ഇവിടെ വന്ന് സിസ്റ്ററിന്റെ കുറച്ച് എക്സ്പീരിയൻസും എല്ലാം നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ സിസ്റ്ററോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സിസ്റ്ററുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് സിസ്റ്റർ മെരീന. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കോൺഗ്രിഗേഷൻ സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ. അപ്പം ഞാൻ ടീച്ചേഴ്സിൽ നിന്ന് ആദ്യം കേൾക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി, അവൾ പാസ്സായി, പക്ഷെ അവൾ ഇവിടെ പഠിച്ച ആളല്ല. അവൾ പറഞ്ഞ് ഏതെങ്കിലും, അന്ന് എനിക്ക് പ്ലാനേ ഇല്ല ഇങ്ങനെ പഠിക്കണം, അങ്ങനെ ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പം ആള് പറഞ്ഞു, സിസ്റ്റർ ഏതെങ്കിലും കാലത്തെത്തുന്ന പഠിക്കുവാണെങ്കിൽ ടീച്ചേഴ്സിൽ പോകണം. പക്ഷെ ആൾ പഠിച്ചത് എവിടെയല്ല, അവൾ വേറൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത്, പക്ഷെ ഇവിടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാനതിനെപ്പറ്റി പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി. പിന്നെ എന്നോട് OIT പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഏതാ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നപ്പം എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇപ്പം എവിടെ നോക്കിയാലും ഉണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും നോക്കിയിട്ട് ഇഷ്ടമുള്ള ഉണ്ട്, എവിടെയാണെങ്കിലും നോക്കിയിട്ട് പഠിച്ചോളാം. അപ്പം ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ബെസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടത് ടീച്ചേഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ടീച്ചേഴ്സിൽ പഠിച്ച കുട്ടികൾ അവിടെ നിന്ന് പാസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറെ ഒരു ഓപ്ഷൻ നോക്കണ്ട, ഇത് മതി ടീച്ചേഴ്സ്. പിന്നെ ഫൈനൽ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ശരിക്കും ഇവിടെ വന്നു, അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യും അല്ലേ? അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ചാലഞ്ചസ്, എന്തൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ഓൺലൈൻ നമ്മുടെ ടീച്ചേഴ്സിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യം തന്നെ ക്ലബിംഗ് സ്കോർ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം ഒന്നും അറിയത്തില്ലാതെ. അപ്പം അന്ന് എനിക്ക് ട്രെയിനറായിട്ട് കിട്ടിയ ആൾ ഒരു ആൻമേരി തോമസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നന്നായിട്ട്. പിന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഓൺലൈനിൽ എത്ര ക്ലാസ്സുകൾ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തോരം വേണമെങ്കിലും എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഇൻഡിവിജ്വൽ സെഷൻസ് തുടങ്ങുന്നത്. അപ്പോഴാണെങ്കിലും നല്ല പുള്ളിക്കാരുടെ ഉറപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ക്ലബിംഗ് സ്കോർ തന്നെ കിട്ടി. രണ്ടാമത് എഴുതിയപ്പോഴാണെങ്കിലും അയർലൻഡ് സ്കോർ കിട്ടി. അപ്പം എനിക്ക് തോന്നി പിന്നെ എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും ഇതും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് പിന്നെ തീരുമാനിച്ചു ഓഫ്ലൈൻ ബ്രാഞ്ചിൽ വന്ന് പഠിക്കാം. അതേതായാലും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ബ്രാഞ്ചിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു സിസ്റ്റർ ശരിക്കും ടിജൂസിന്റെ ശരിക്കുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പം 4 മോഡ്യൂൾസ് ഉണ്ട് ശരിക്കും അല്ലേ? 4 മോഡ്യൂളും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും പാടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? അതിനെന്തൊക്കെ, എങ്ങനെ അത് ക്രാക്ക് ചെയ്ത്, എങ്ങനെ അത് കയറി വന്നതിന് കാരണം, ഒരു വലിയ സ്കോറിലോട്ട് എത്തി? അത് റീഡിങ്ങും ലിസണിങ്ങും പൊതുവെ പാട്, പക്ഷെ റീഡിങ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം എന്നാണ് ഒരു കൺസെപ്റ്റ്. അപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. മനസ്സിലാകുന്നുണ്ട്, പാരഗ്രാഫൊക്കെ വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഓപ്ഷൻ വരുമ്പം അവസാനത്തെ 2 ഓപ്ഷൻ വരുമ്പം കൺഫ്യൂഷൻ നിൽക്കും. അങ്ങനെയായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം എന്താണ് റൈറ്റിങ്ങിൻ്റെ മൊഡ്യൂളിന് ചെന്ന് നമുക്ക് കറക്ഷന് ചെന്നിരിക്കുമ്പോൾ റൈറ്റിംഗ് മാത്രമല്ല, ബാക്കി ഏതിലാണ് ബുദ്ധിമുട്ടുള്ളത്, ഏതാണ് ഇപ്പം ബാക്കിൽ നിൽക്കുന്നത്, അങ്ങനെ ചോദിക്കും. അങ്ങനെ ഇപ്പോൾ സ്പീക്കിങ്ങിന് ഞാനൊരു സെഷന് ചെന്നിരുന്നപ്പം ദിയാമ്മ വരുന്നു, അന്ന് വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ റീഡിങ് അന്നേരം ഞാൻ ഇച്ചിരി ഓക്കെ ആണ്, പക്ഷേ ഇതാണ് പ്രശ്നം എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇപ്പം പറഞ്ഞു, ആ 2 ഓപ്ഷനും കൊണ്ട് പാരഗ്രാഫിലോട്ട് ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഒരൊറ്റ വാക്കയിലായിരിക്കും അത് കിട്ടുന്ന ഒരു കീവേഡ്, അതായിരിക്കും ആ സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞിട്ടുള്ള പിന്നെ റീഡിങ്ങിൽ തന്നെ ചെന്നു. അപ്പം നമുക്ക് പാട്ടിൽ എനിക്ക് ഫുള്ള് ശരിയായി, ഞാനിത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അത് നമുക്ക് അത് ഇപ്പം റീഡിങ് എനിക്ക് ദിയാമാമിൻ്റെ ക്ലാസ് അതിന് മുന്നേ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തരുടെ അനുഭവം വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പം ഇത് ഓരോ മൊഡ്യൂളിൽ ചെല്ലുമ്പോൾ അത് മാത്രമല്ല ബാക്കിയുള്ളതും കൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണല്ലോ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ മോഡ്യൂളിലേക്കും ഉള്ള ബെനിഫിറ്റ്സ് കിട്ടി, തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ലിസണിങ് ആയിരുന്നു എനിക്ക് എപ്പോഴും അതിന് മുന്നേ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ലിസണിങ് അതും ഈ പാട്ടൊക്കെ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അത് ശരിക്കും എനിക്ക് അർത്ഥം മനസ്സിലാക്കി. ഇതുപോലെ തന്നെ ഇതേ സെയിം എലിമിനേഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിന് നമുക്കത് തന്നെ ചെയ്താൽ മതി. അതുകൊണ്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് അന്ന് എനിക്ക് പറ്റിയ പരാജയം എന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വന്ന് അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഉറപ്പാവും ഉത്തരം ശരിയാണെന്ന് ഉറപ്പ്. അത്ര നേരം അല്ലെങ്കിൽ പിന്നെ പരീക്ഷ കഴിയുമ്പോൾ ഇതെന്താണ് സംഭവിച്ചത്, അതിനെപ്പറ്റി റിസൾട്ട് വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് തിരിച്ചറിഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഇതിവിടെ നമ്മൾ എഴുതിയത് ഏതാണ്, തെറ്റാണോ ശരിയാണോ അത്രയൊരു ബോധമൊക്കെ വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ ലിസണിങ്ങും ഇത് തന്നെ ചെയ്തേച്ചാൽ മതി കറക്റ്റായിട്ട്. അപ്പം
അതും സ്പീക്കിങ്ങിന് സെഷൻ ചെല്ലുമ്പം ലിസണിങ് എന്താ പറ്റുന്നത് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്നതിൻ്റെ ആയിരിക്കും. നമ്മൾ ആ ഡാഷിട്ട ഭാഗം മാത്രം വായിച്ചു പോയാൽ നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ പോർഷനും കൃത്യമായിട്ടും വായിക്കുകയാണെങ്കിൽ എപ്പാർട്ടൊക്കെ കൃത്യമായിട്ട് കിട്ടും. ചിലപ്പോൾ സിംഗുലറും പ്ലൂറലും അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്ന് ഫുൾ സെൻറ്റൻസ് വായിച്ചാലേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ശരിക്കും അത് ഓരോരുത്തർക്കും ഉള്ളത് എന്താണ് ഓരോരുത്തർക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എല്ലാ സ്റ്റുഡൻസും പറയും എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ഒരു ട്യൂട്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മൊഡ്യൂളാണെന്ന് നോക്കുകയല്ല അവരത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അവരെല്ലാത്തിലും ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർ എവിടെയാണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാന്നുള്ളതാണ്. ശരിക്കും റീഡിംഗ് ലിസണിങ്. നമുക്ക് റൈറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ റൈറ്റിംഗ് എത്രത്തോളം ഹെൽപ്ഫുള്ളായി ഇവിടുത്തെ ക്ലാസ്സസ് ടിജൂസ് അക്കാഡമിയുടെ? ശരിക്കും പറഞ്ഞാൽ സ്പീക്കിങ്ങിൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ടിജൂസിൻ്റെ ഒരു കാറ്റടിച്ചാൽ മതി, പാസ്സാകും ഉറപ്പാണ്. അത് എന്താ പിന്നെ റൈറ്റിങ് ശരിക്കും നമുക്ക് ആദ്യം തന്നെ ഓറിയൻറ്റേഷൻ കിട്ടും. ആ ഓറിയൻറ്റേഷൻ്റെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 350 അല്ല 400 അടുത്തുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ദീപ്തി മാമിൻ്റെ ക്ലാസ് അത് പിന്നെ വേറെ വീട്ടിൽ പോയിരുന്ന് വേറെ പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ ലെറ്റർ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ഒരു മിസ്റ്റേക്ക് വരുന്നില്ല. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് തന്നെ നമ്മുടെ ലെറ്റർ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും പക്കായിട്ടാണ് ഇവിടെ റൈറ്റിങ്. എനിക്ക് തോന്നുന്നു ആര് ക്ലാസ് ഇരുന്നോ അവർക്ക് റൈറ്റിംഗ് ഷുവർ ഷോട്ട് എന്ന രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. റൈറ്റിംഗ് എനിക്കൊന്ന് ഗ്രാമർ ക്ലാസ്സസ് എനിക്കൊന്ന് കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഗ്രാമർ പഠിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? സാർ ഗ്രാമർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം ഞാൻ കേരള സിലബസ് തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ ഭയങ്കര ബോറിംഗ് ആയിട്ട് എല്ലാ വർഷവും ഗ്രാമർ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഗ്രാമർ എഴുതുമ്പോൾ ഓക്കെ, അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മലയാളം ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഓക്കെ, പക്ഷെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലേത് ഇങ്ങനെ വന്നാലും ശരിയാണല്ലോ. പക്ഷേ സാറിൻ്റെ ക്ലാസ് അത് ടുണ്ടും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിൽ പിന്നെ അർത്ഥമുണ്ട്. എനിക്ക് ഞാനിപ്പോൾ ആരെങ്കിലും എന്നോട് ഗ്രാമർ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ എല്ലാത്തിനും പറഞ്ഞുതരാം, ഇതെല്ലാം എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല, എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇത് എനിക്ക് ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റും. കാരണം ഞങ്ങൾ പറയാറുണ്ട് ഗ്രാമർ ക്ലാസ് അല്ലാതെ ഗ്ലാമർ ക്ലാസ്സാണ്. കാരണം എല്ലാ മൊഡ്യൂളിനും ഉള്ളത് അതിൻ്റെ അകത്ത് സാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലിസണിങ് ട്രാൻസ്ഫോർമേഷനൊക്കെ അത് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുമല്ലാത്തവർ നന്നായിട്ട് കേൾക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ വാക്കുകൾ, അത് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ആ വേർഡുകളെ ആ സോങ്സ് ഇടുന്നത് ക്ലാസ്സിൽ ഇടുന്നതേ ടെക്നിക്ക് ശരിക്കും സ്ഥിരമായിട്ടത് കേൾക്കുമ്പോഴേ വ്യത്യാസം ശരിക്കും ഉണ്ട് സാർ. കാരണം അത് ഞാൻ ലിസണിങ്ങിൻ്റെ ഇതിൽ വിട്ടുപോയ കാര്യമാണ്. കാര്യം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ, നമുക്ക് ആ സ്പീഡിൽ എഴുതാനും പറ്റും. നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളായിരിക്കും ചിലപ്പോൾ അതിൽ പറയുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ഇത് പറയാം, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ അത്. പക്ഷെ അത് ശരിക്കും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിജൂസ് അക്കാഡമിയെ കുറിച്ച് ഇവിടെ ഓഫ്ലൈൻ നമ്മൾ പഠിക്കുമ്പം ശരിക്കും നമുക്കൊരു എന്താ പറയുക മോട്ടിവേഷണൽ ആസ്പെക്റ്റിൽ എല്ലാ ട്രെയിനേഴ്സും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം നമ്മൾ പഠനം മാത്രം മതിയോ അതോ മോട്ടിവേഷൻ വേണോ? സിസ്റ്ററിന്റെ ഒപ്പീനിയൻ എന്തായിരിക്കും? തീർച്ചയായിട്ടും മോട്ടിവേഷൻ വേണം. കാരണം പഠനം നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കും. ഞാനീ പറഞ്ഞതുപോലെ ഞാൻ ഓൺലൈനിൽ ഇരുന്ന് തന്നെ ഇരുന്ന് പഠിച്ചു. പക്ഷേ ആ മോട്ടിവേഷൻ്റെ പവർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സാറ് പറയുന്ന പോലെ എപ്പോഴും ആ സാറിൻ്റെ പ്രയർ സെഷനൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാൻ എക്സാമിന് പോകുന്നതിന് തൊട്ട് തലേ ദിവസം സാറിന് സമയമില്ലായിരുന്നു എന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി മാത്രം ശരിക്കും സാറ് സമയം സ്പെൻഡ് ചെയ്തു. ആ ഒരു മോട്ടിവേഷൻ്റെ ബലത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയതും. ഞങ്ങൾ വളരെ കൂളായിട്ട് ഞങ്ങൾ വേറൊരിടത്താണ് ചെന്ന് സ്റ്റേ ചെയ്തത്. പക്ഷേ അവർ പറഞ്ഞു ഇത്രയും കൂളായിട്ട് വന്ന് എക്സാം എഴുതുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര ഞങ്ങൾക്ക് ശരിക്കും വന്നു പറഞ്ഞാൽ അന്നൊന്ന് റിവൈസ് ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വളരെ കൂളായിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ടാണ് ഞങ്ങൾ എക്സാം ഉള്ളത്. അതാ ശരിക്കും നമ്മുടെ പ്രയർ സെഷൻ്റെയും മോട്ടിവേഷൻ്റെയും തന്നെയാണ്. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ പറയും താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും മുഴുവനും ദൈവത്തിൻ്റെതാണ്. പക്ഷെ നമ്മൾ പകുതി ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അവിടെ വരത്തുള്ളൂ. എന്നാൽ ഞാൻ ശരിക്കും ഓർക്കും ഇത്രയും ചെയ്തില്ല, അപ്പോൾ ഞാനൊന്ന് കറപ്പിച്ച് കഴിയുമ്പോൾ അതൊന്ന് ഇപ്പം സമയം കിട്ടാത്തടത്തൊന്ന് ഞാൻ കറക്കി കുത്തിയാൽ അതൊന്ന് ശരിയാവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പകുതിയാണല്ലോ ചിന്തിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ പിന്നെ ഒരിക്കൽ പോലും അങ്ങനെ കറക്കി കുത്തിയാണ്ട് ശരിയായിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്. അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അതാണ് എനിക്ക് കിട്ടിയേക്കുന്ന മുഴുവൻ കാര്യം. അതിനകത്ത് പകുതിയും ഇല്ല, എൻ്റെ പകുതിയും അല്ല, ദൈവത്തിൻ്റെ പകുതിയില്ല. അതാണ് ദൈവത്തിൻ്റെ മുഴുവൻ. അത് അപ്പോൾ പിന്നെ
നമ്മൾ ചെയ്യാനുള്ള അധ്വാനിക്കും. ഇപ്പം ഒരാൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. അതല്ലാതെ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന കഴിവ് പൊട്ടൻഷ്യൽ മുഴുവൻ ഉപയോഗിക്കാൻ നമ്മുടെ അതനുസരിച്ചുള്ളൊരു ഹാർഡ് വർക്ക് വേണം എന്തായാലും. അതിനകത്ത് ദൈവാനുഗ്രഹം ഇല്ലാതെ ഒട്ടും പറ്റില്ല. പ്രയർ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഓൾറെഡി എല്ലാ ദിവസവും പ്രയർ കേൾക്കുന്ന ഒരാളാണ്. എന്തായിരുന്നു പ്രയർ സെഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഞങ്ങൾ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൂട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള പ്രയർ സെഷനും ഒക്കെ. പക്ഷേ അതിലൊക്കെ ഉപരി എൻ്റെ അടുത്ത് നിൽക്കുന്നവരും, പിന്നെ ഞാൻ പല പ്രാവശ്യം സാറിൻ്റെ പ്രയർ സെഷൻ കൂടാൻ പറ്റും. ഓൺലൈനാണെങ്കിലും ഞാൻ സാറിൻ്റെ പ്രയർ സെഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല സാറേ, കാരണം വെച്ചാൽ അത്രയും ബലമാണത്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എല്ലാ മൊഡ്യൂളിനെ പറ്റി പ്രാർത്ഥിക്കുന്ന അതൊക്കെയല്ല, നമ്മൾ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്. എക്സാം പാസ്സാകും, പക്ഷെ നമ്മൾ ജീവിക്കേണ്ടതല്ലേ. അപ്പം അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ശരിക്കും സാർ ആ പ്രയർ സെഷനിൽ ചെയ്യുന്നത്. അത് ഒന്ന് പറഞ്ഞു വിടുകയല്ല, അത് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ആഴത്തിലിറക്കുക. പിന്നെ അവിടെ നിന്ന് ആർക്കും അത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു പ്രയർ സെഷൻ. അപ്പം ഇപ്പം ബാക്കിയുള്ള കുട്ടികളാണെങ്കിലും പറയുമ്പം അത് മിസ്സാക്കാൻ പറ്റില്ല. ഒരാൾക്ക് അബദ്ധത്തിൽ മിസ്സായതാണ് സാറ് പിന്നെ ആ എക്സാമിൻ്റെ തലേ ദിവസം ചെയ്തു തന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് ടിജീസ് അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്. സാറിൻ്റെ പ്രയർ സെഷൻ നമുക്ക് അതിവിടെ വന്നില്ലായിരുന്നു, അതെന്തായാലും മിസ്സായത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതിന് സിസ്റ്ററിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയണ്ടേ, അതിൻ്റെ പവർ സിസ്റ്റർ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതിന് നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സെഷന് ചോദിച്ചു വരാറുണ്ട്. അതൊരിക്കലും നിർത്തരുത്, കാരണം അതാണ് ഇതിന്റെ ഒരു ബലം എന്നാണ്. കാരണം പിള്ളേർ പറയുന്നതനുസരിച്ച് നമുക്കറിയാലോ സാറേ. എനിക്കൊന്ന് ഒരുപാട് പേര് ഫീഡ്ബാക്കിലും എനിക്കൊന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലൈവ് സെഷൻസിലെല്ലാം കുട്ടികൾ പൊതുവെ അത് പറയാറുണ്ട്, അത് സാർ അത് നിർത്തരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിസ്റ്ററിന്റെ ഫാമിലിയെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാനൊരു താല്പര്യം. ഞങ്ങളുടെ വീട്ടിൽ 4 മക്കളാണ്. പപ്പ മരിച്ചുപോയി, പിന്നെ മമ്മി, ചേച്ചി, 2 അനിയത്തി. പപ്പ ഈ സമയത്ത് സ്വർഗത്തിലിരുന്ന് കാണട്ടെ. തീർച്ചയായിട്ടും പപ്പയ്ക്ക് സന്തോഷമാണ്, ഒരു വലിയ വിജയമാണ്. വലിയൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പാസ്സായ റിസൾട്ട് വന്നത് എൻ്റെ പപ്പയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ കുർബാന കഴിഞ്ഞിട്ട് വന്ന സമയത്താണ് റിസൾട്ട് വന്നത്. അപ്പൊ എനിക്കത് പപ്പ തന്നതായിരിക്കാം ശരിക്കും. അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്നവര് ഇത് മനസ്സിലാക്കട്ടെ, ഇത് പപ്പ തന്ന വിജയം. ടിജൂസ് ഫാമിലിയും പപ്പ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ റിസൾട്ട് വരിക എന്ന് പറഞ്ഞാല് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. ശരിക്കും വ്യാഴാഴ്ച ആയിരുന്നല്ലോ ദിവസം റിസൾട്ട് വരുന്നത്. അന്നൊന്നും വന്നില്ല. തിങ്കളാഴ്ച വീട്ടിൽ ചെന്നപ്പോൾ കുർബാന കഴിഞ്ഞ് ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കുർബാന കഴിഞ്ഞ് വന്നപ്പോഴേ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ കോൾസൊക്കെ വന്ന് കിടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി റിസൾട്ട് വന്നതാണ്. ഞാൻ പക്ഷെ ആരോടും വേണ്ടിയില്ല, റിസൾട്ട് തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വന്നതുകൊണ്ട് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ചേച്ചി നേഴ്സാണ്. ചേച്ചിയും ഹസ്ബൻഡും 5 പിള്ളേരുണ്ട്. അവര് അവിടെ സൗദിയിൽ സെറ്റിൽഡാണ്. പിന്നെ അനിയത്തി ഒരാൾ UK-ലുണ്ട്. അവള് MBA പഠിച്ചിട്ട് ഇപ്പം അവിടെ ജോലിയൊക്കെ ചെയ്യും. അവൾക്കും 2 കുട്ടികളുണ്ട്. പിന്നെ ഏറ്റവും ഇളയാള് വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് ഒരാള് മമ്മി അവളുടെ. അവസാനം അടുത്ത ആള് സിസ്റ്ററായിട്ട് ഇനി UK-ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ രാജ്യത്തിലോട്ട് എത്തുന്നു. അപ്പൊ ഇവിടെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബാക്കിയുള്ള നമ്മുടെ അലോക്കേഷൻ ടീം ആണെങ്കിലും മെറ്റീരിയൽസ് വിങ് ആണെങ്കിലും നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചും അലോക്കേഷൻ്റെ സപ്പോർട്ടിനെ കുറിച്ചും എന്ത് തോന്നുന്നു? ശരിക്കും ഇപ്പം ഞാൻ ആദ്യം ഇപ്പം മെറ്റീരിയൽ ആദ്യം പറയുകയാണെങ്കിൽ, എക്സാം എഴുതിയപ്പോൾ ഇച്ചിരി നല്ല ഇതൊക്കെയാണ്. പക്ഷെ ആദ്യം എഴുതിയതിനെക്കാട്ടിൽ ടഫായിട്ടുള്ളതാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ എനിക്ക് ആ എക്സാം ഹാളിൽ ചെന്നിരുന്നപ്പം ഒരു വ്യത്യാസവും തോന്നിയില്ല. നമ്മുടെ ഇവിടെ മോക്ക് ടെസ്റ്റിന് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ, സെയിം. അപ്പം നമുക്കിവിടെ ഒരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം അതേപടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ വ്യാഴാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ഒരെണ്ണം എഴുതുന്നു. അപ്പം നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും, കാരണം മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പരിചയം തോന്നും. അതിൻ്റെ അകത്തൊരു ആ മെറ്റീരിയൽ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ തോന്നില്ല. പിന്നെ ലിസണിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഓഡിയോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടും മറ്റേ നമുക്ക് ഹെഡ്സെറ്റും എല്ലാം കറക്റ്റ് നല്ല എല്ലാവർക്കും കിട്ടുന്ന പോലെ നല്ല അപ്പം നമുക്ക് എന്ത് വേണേലും ഇവിടുത്തെ അലോക്കേഷൻ ടീമുകാരോട് പറയാം. നമുക്ക് വളരെ ഫ്രീ ആണ്. ഞങ്ങൾ
ഞങ്ങൾ പറയും ഞങ്ങൾ വലിയ ശല്യമാക്കിയാലും ശരി, പക്ഷേ നമുക്ക് കാരണം ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ സൗണ്ട് അനുസരിച്ച് അന്ന് അവർ വെച്ചിട്ട് പോകില്ല, നമുക്ക് കറക്റ്റായിട്ട് എന്താ വേണ്ടതെന്നുള്ളത് ശരിക്കും ദീപ്തി ചേച്ചിയും മറ്റേ ചേച്ചി പറയുമ്പോൾ എനിക്കറിയത്തില്ല, എന്നാലും അവർക്ക് കറക്റ്റായിട്ട് ഇപ്പം പിന്നെ നമുക്ക് മെറ്റീരിയൽ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അലൊക്കേഷൻ ടീം ചെയ്യുന്ന പണി നമുക്ക് കാണുമ്പോൾ ദൈവമേ എല്ലാവർക്കും ഇവർ ഓടി നടന്ന് ഒരു ഫുള്ള് ക്ലാസ് 2 ഇടത്തെ ക്ലാസ് എല്ലാം ഒരുപോലെ അവർ മാനേജ് ചെയ്യുന്നില്ല, അവർ ഭയങ്കര നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിലെ കാര്യം പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ബിനിച്ചേട്ടൻ ഞങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾ ആകെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പള്ളി അടുത്ത് വേണം എന്ന് പറയുന്നത്, പക്ഷെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. സിസ്റ്ററൊക്കെ വന്നപ്പം സംസാരിച്ചപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മളെ ഹോസ്റ്റലിൽ അവിടെ അലോട്ട് ചെയ്തത്. അപ്പോൾ അത് പിന്നെ ഹോസ്റ്റലിൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഫുഡ് തരുന്നവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ സംഗീതം ഗോകുലും പ്രത്യേകിച്ച് അവര് സംഗീതം ഗോകുലി വീഡിയോ കാണട്ടെ. അല്ല, ആദ്യമായിട്ട് സംഗീതം ഗോകുലിന്റെ പേരെടുത്ത് പറയുന്നത് കേട്ടോ. കാരണം അവർ അത്രയും കെയറിങ്ങാ സാറേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ. അവര് അവിടെ ആണെന്ന് വേറെ വാർഡനില്ലാത്തത് കൊണ്ട് അവർ ഫുഡ് തരുന്ന ഏത് സമയത്താണെങ്കിലും എല്ലാവരും വന്നോ കൃത്യമാണ്. ഇവിടെ രാവിലെ 12 പേരുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് എത്ര പേര് കറക്റ്റല്ല, ആ ചേച്ചി വന്നോ ഈ ചേച്ചി വന്നോ, നമുക്ക് തന്നെ വണ്ടർ തോന്നും. ഞങ്ങൾക്കറിയത്തില്ല അവിടെ എത്ര പേരുണ്ടെന്ന്, പക്ഷെ അവർക്ക് കൃത്യം അറിയാം ആരൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ പോകുമ്പോൾ ആണെങ്കിൽ ഡോറ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എല്ലാം കൃത്യം ഭയങ്കര ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത്. എനിക്ക് അവരുടെ 2 പേരുടെയും പേര് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവരുടെ വരുന്നത്. കൂടുതൽ വരുന്ന ചേട്ടന്മാരെല്ലാം അത്രയും കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നു. കറക്റ്റ് സമയത്ത് ഫുഡ് തരുന്നവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഈ വിജയത്തില് സിസ്റ്റർ ഓർക്കുന്നല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരെയും, എനിക്ക് തോന്നുന്നു ആരൊക്കെ സപ്പോർട്ട് നമ്മളെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഓർത്ത് വരുന്നൊരു സമയം. അതെ, ഇവിടെ കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര പോസിറ്റീവാ. ഇപ്പൊ അത് വന്നപ്പോഴെന്നോട് കിട്ടിയല്ലോ അല്ലേ, കിട്ടിയോ എന്നല്ല കിട്ടിയല്ലോ അല്ലേ, ചേട്ടൻ ഉറപ്പാ. അതാ ഞാൻ ആദ്യം കണ്ടു, ഇപ്പൊ വന്നപ്പോഴേ ചേട്ടനെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ടീമിൽ ഇപ്പം ഇത് നമുക്ക് സാറിന് കിട്ടിയിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ടീം ഭയങ്കര സെറ്റാണ് സാറേ. കാരണം അതാണ് ഇതിന്റെ ഒരു വിജയം. ശരിക്കും എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ എന്റെ ഫ്രണ്ടില് 3 പേരുണ്ട്. അവര് അതാണ് ഒരു പ്രൊമോഷനായിട്ട് നമുക്ക്. കാരണം വെച്ചാൽ അവര് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നവരല്ലേ, ആർക്കും റെസ്റ്റ് ഇല്ലാത്ത, എൻജോയ് ചെയ്ത്. അതാണ് ഏറ്റവും. കാരണം ഒരു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ വരുന്നതല്ല. കാരണം നമ്മൾ ഭയങ്കര ഫ്രീയാണ്. ഒരു ടെൻഷനേ ഇവിടെ വരുമ്പില്ല. ഭയങ്കര പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസരം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് നമുക്ക് ഒരു ദിവസം പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ വന്നല്ലോ എന്നുള്ളൊരു ഇതിലാണ് നമുക്ക്. ടീച്ചേഴ്സിനെയൊക്കെ പ്രത്യേകിച്ച് മറക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ബിന്ദു മാം, ഐശ്വര്യ മാം, പിന്നെ രശ്മ മാം, പിന്നെ നമ്മുടെ വർഷ മാമൊക്കെ അവരുടെ നേതൃത്വത്തിൽ ബാക്കി എല്ലാവരും. പിന്നെ ആണെങ്കിൽ സ്പീക്കിങ്ങിനൊക്കെ ആണെങ്കിൽ എല്ലാവരുടെ അടുത്ത് നമ്മൾ ചെല്ലും. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് അതുൽ സാറിനെയും റോബി സാറിനെയും ഞാൻ പ്രത്യേകം ഓർക്കും. അതുൽ സാർ ഇടയ്ക്ക് പോയെങ്കിൽ റോബി സാറ് എപ്പോൾ വേണമെങ്കിലും, ഞാൻ പിന്നെ IELTS ചെയ്തപ്പോഴും സാറാണെങ്കിൽ പറഞ്ഞ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എപ്പോൾ ചോദിച്ചാലും കറക്റ്റായിട്ട്, പിന്നെ നമുക്ക് പറയുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ അതങ്ങ് പോകില്ല നല്ലത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിൻ്റെ അകത്ത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാശ്വാസമാണ്. നമുക്ക് ടെൻഷൻ അടിക്കുന്നതിനാണ് അവിടെ എന്തെങ്കിലും ഒരു കർഷ കിട്ടിയാൽ കൂടുതൽ കർഷ കിട്ടുന്നത്. അതാണ് വിജയവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ള. പക്ഷെ എല്ലാവർക്കും അത് എല്ലാവരോടും ഒരുപോലെ ഒരു നന്നായിട്ട് പറഞ്ഞുതരും. പിന്നെ എല്ലാവരുടെയും പേര് ഇങ്ങനെ എല്ലാവരുടെയും പേര് പറയാൻ വിട്ടുപോകും. പക്ഷെ റൈറ്റിങ്ങിനാണെങ്കിലും കറക്ഷൻ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ദൈവം ഇവർ ഞങ്ങൾ പിന്നെ എക്സാമിന് മുന്നേ ചോദിച്ചു, നിങ്ങളിത് പറഞ്ഞ് മടുക്കില്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ വീണ്ടും. പക്ഷെ അവർക്ക് ബൈ ഹാർട്ടാണ് ഈ സംഭവം എല്ലാം. ഒരു മടുപ്പും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരിക്കൽ പോലും അവരുടെ മുഖത്തൊരു മടുപ്പ് കാണിക്കില്ല. അതാണ് നമുക്ക് എന്ത് എപ്പോൾ വേണേലും വഴിയെന്ന് വെച്ചാൽ ഓക്കെ ഇത്രേ ഉള്ളൂ, ഇതാണ് സംഭവം. നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷം. കാരണം സിസ്റ്ററിനോട് കൂടെ ഇരുന്നിട്ട് എനിക്കൊന്ന് അന്ന് വന്ന സമയത്ത് എന്നോട് സംസാരിക്കുന്നു, സർ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് നമ്മളെ കണ്ട് ഉറപ്പാണ് വിജയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷൻ പോലും കാര്യങ്ങൾ സിസ്റ്റർ കയറിക്കും, സിസ്റ്റർ ജയിച്ചിരിക്കും, ഉറപ്പാണ് വിജയം എന്നുള്ള ടാഗ് ലൈൻ ഇതിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കും എന്ന് പറഞ്ഞേ കയറുന്നത്. അപ്പോൾ ഇന്ന് ഈ സമയത്ത് ഭയങ്കര സന്തോഷം. പിന്നെ സിസ്റ്ററിനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഒരുപാട് സിസ്റ്റേഴ്സ് എവിടെ പഠിക്കണം എന്നുള്ള നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ ഈ ലൈവിൽ വരുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലൈവ് കാണുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവരോട് ശരിക്കും
എന്തുകൊണ്ട് ടിജൂസ് അക്കാഡമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മറുപടി? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ടിജൂസ് അക്കാഡമി? എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒറ്റത്തിലുള്ള ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അതാണ് കാരണം. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സാർ ഇപ്പോൾ ചോദിച്ച സിസ്റ്റേഴ്സ്, ഇവിടെ സ്റ്റുഡൻസിനേക്കാൾ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രാർത്ഥന. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും നോക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ ആൾക്കാർ. നമുക്ക് വേറൊരു ചിന്തയും വേണ്ട, ദൈവത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ ആൾക്കാരായിട്ട് തന്നെ ഇവിടെ നിൽക്കും. കാരണം തരുന്ന റെസ്പെക്റ്റ്, നമുക്ക് തരുന്ന റെസ്പെക്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇത്ര റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണോ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ശരിക്കും അത്രമാത്രം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും. സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്കറിയത്തില്ല. കാരണം ഈ മാം ഒക്കെ നമ്മളെ കാണുമ്പോൾ എഴുന്നേക്കുമ്പോൾ ശരിക്കും നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ, അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടീച്ചർ സിസ്റ്റർ എന്നല്ല, സിസ്റ്റർ ജയിപ്പിക്കുന്ന നമ്മുടെ ടീം അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈവൻ ബിന്ദു ആണെങ്കിലും നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ഞങ്ങളുടെ മീറ്റിംഗ് ഈ സിസ്റ്റേഴ്സിന്റെ കാര്യം എന്തായി, അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും സർ ഇല്ല, അതിൻ്റെ അകത്ത് സിസ്റ്ററിന്റെ പേര് മെറുന്ന സിസ്റ്ററിന്റെ കാര്യം കൃത്യമായിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരും, സിസ്റ്റർ ജയിച്ചിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അത് അത്രയും അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കും അത് ക്ലിയർ ആയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സിസ്റ്റർ ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് കുറേയേറെ തിരക്കുകളുണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്കിന്ന് ഇന്നൊരു ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, അതെല്ലാം ക്യാൻസൽ ചെയ്ത് സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ലൈവ് പൊക്കോണ്ടിരിക്കുന്നത് ഇന്ന്. കാരണം എല്ലാം ഞങ്ങൾക്ക് കുറച്ച് ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ വരുന്ന അറിഞ്ഞപ്പോൾ നമ്മളെല്ലാം മാറ്റി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് സിസ്റ്ററിനോട് സംസാരിക്കാന്ന് കരുതിയിരുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ഈ സമയം സിസ്റ്റർ വരുന്നു. എന്താ പറയുക, സിസ്റ്റർ എല്ലാ കാര്യങ്ങളും ടിജൂസ് അക്കാഡമിയെ കുറിച്ച് പറഞ്ഞു, ടീം പറഞ്ഞു, ദൈവം തന്ന കുറച്ച് ആൾക്കാർ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. എല്ലാ സ്റ്റാഫും അതുപോലെ വളരെ ആത്മാർത്ഥമായിട്ട് ടൈം നോക്കാതെ, എനിക്കതാണ് ഇപ്പോഴും ഒരുപാട് പേര് ടൈം നോക്കാതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ചില സമയത്ത് നമുക്ക് എംപ്ലോയീസിനെ അല്ല കാണുന്നത്, ചില സമയത്ത് നമുക്ക് ദൈവങ്ങളെയാണ് കാണുന്നത്. ഈ പറഞ്ഞ ട്രെയിനേഴ്സിനൊക്കെ, കാരണം നമുക്ക് അവർക്കൊരു ക്ലാസ് എടുത്തിട്ട് ഇറങ്ങിയാൽ മതി, അതിനപ്പുറത്തൊന്നും ചെയ്യണ്ട. പക്ഷെ അതല്ല, സിസ്റ്ററിന്റെ എന്താ എന്ന് നമുക്കൊരു ഫാമിലിയെ പോലെ കുട്ടികളോട് ചോദിച്ച് അങ്ങനെ നടന്ന് അവർ വിജയിപ്പിക്കുമ്പോഴാണ് ശരിക്കും അത് റിസൾട്ടായിട്ട് മാറുന്നത്. അപ്പം ഈ സമയത്ത് എന്താ പറയണ്ടേ, ഈ ഒരു ലൈവിന് സിസ്റ്റർ എത്തി, സമയം കണ്ടെത്തി. എനിക്കറിയാം ഒരുപാട് തിരക്കുകളുണ്ട്, അപ്പൊ അതിൽ നിന്ന് ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്നതിന് എന്താ പറയണ്ടേ, ടിജൂസ് തെരഞ്ഞെടുത്തതിന് ഈ സമയത്ത് ഞാൻ എന്താ പറയണ്ടേ, മാത്രമല്ല സാറേ, കാരണം വെച്ചാൽ എനിക്ക് ഇത് ഫുൾ സപ്പോർട്ട് തന്നത് എന്റെ കോൺഗ്രിഗേഷനാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സമയത്ത് കോൺഗ്രിഗേഷനെ കൂടി ഈ സമയത്ത് ഓർക്കാം. ശരിയാ, കാരണം ഇപ്പോഴുള്ള അമ്മ പ്രിൻസിപ്പലും അതെ, അതിനു മുന്നേ സിസ്റ്റർ മേരി ഫിലിപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റർ ജയിക്കും, അതാണ് ഉറപ്പാണ്. ഇതുപോലത്തെ ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട്, കാരണം ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ലെങ്കിൽ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. വീണ്ടും എഴുതിക്കോ കുഴപ്പമില്ല, പക്ഷെ എന്തായാലും കിട്ടും, എനിക്ക് ഉറപ്പുണ്ട് നിൻ്റെ കാര്യത്തിൽ എന്നുള്ള. അപ്പം നിനക്ക് ഇഷ്ടമുള്ളിടത്തോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നു. അപ്പൊ ശരിക്കും എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഓരോ സിസ്റ്റേഴ്സിനും മാനേജ്മെന്റിനും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവിടെ അടുത്തുള്ള എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കണം, അവിടെ ഇത്രയും ദൂരത്തുനിന്ന് മാറി നിൽക്കണം. അതെ, അതെല്ലാം പെർമിഷൻ ഒരുപാട് തന്നു അല്ലേ മാനേജ്മെന്റിന്റെ. ഈ സമയത്ത് ഞങ്ങൾ ടിജൂസ് ഫാമിലി ഓർക്കുന്നു, കടപ്പാട്. ഇനി ഒരുപാട് സിസ്റ്റേഴ്സ് അവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ടിജൂസ് അക്കാഡമി ചൂസ് ചെയ്തിട്ട് അവിടെ എനിക്കറിയാവുന്നവർക്ക് എന്തായാലും ഞാൻ ടിജൂസെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ, അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഈ ലൈവിൽ വന്നതിന്, കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ചതിന്. അപ്പൊ ഒരുപാട് വിവരങ്ങൾ സിസ്റ്റർ ഓൾറെഡി വിവരങ്ങൾ താണ്ടി ദൈവത്തിന്റെ ഏറ്റവും അടുത്തൊരാളാണ്. അപ്പൊ എന്തുകൊണ്ട് സിസ്റ്ററിന്റെ ആഗ്രഹങ്ങൾ, ഇനിയുള്ള പുറത്തോട്ട് പോക്കും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ. ഒരുപാട് ആശംസകൾ, പ്രാർത്ഥനകൾ ഓൾറെഡി ഉണ്ടല്ലോ, അത് പറയേണ്ട വാക്കുകളിൽ ഒതുങ്ങില്ല. അപ്പം ടിജൂസ് ഫാമിലിയും ഓർക്കുക, എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു വലിയ ലൈവ്, ഒരു ഭയങ്കരമായ സന്തോഷത്തിന്റെ ഒരു ലൈവ്. ടിജൂസിന്റെ ചരിത്രത്തിൽ ഞങ്ങൾ ഒരുപാട് സിസ്റ്റേഴ്സ് ഇതിന് മുമ്പ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് പാസ്സായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് എക്സ്പീരിയൻസ് മെറിന സിസ്റ്ററാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.